നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം ശൈഖുന ഷെയ്ഖ് സൈനുദ്ദീൻ ഇബ്നു അലി ഹസൻ അൽ മഖ്ദൂമി നവ്വറല്ലാഹു മർഖദഹു വഅദ്ഖലഹു ഫീ ഫസീഹി ജന്നാത്തി മഹാനവറുകളും അതുപോലെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരെല്ലാവരും അവരെ എല്ലാവരുടെയും കടിഞ്ഞാൺ പിടിക്കുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ മശായിഖ് ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കർ മടവൂരി പറഞ്ഞ വാക്കാത് ആ നിങ്ങൾ ശരിക്ക് ചിന്തിച്ചു നോക്കി. എല്ലാ ഉസ്താദുമാരും അതിന് പ്രത്യേകം വേണ്ടി ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദ് ബഹറുൽ ഉലൂം എന്നുള്ളത് ഞങ്ങൾ പേരിട്ട് കൊടുത്താന്ന് ഇന്നലെ പറയുന്നുണ്ട്. ഞങ്ങൾ ശിഷ്യന്മാരെല്ലാവരും കൂടി പേരിട്ട് കൊടുത്തതാണ്. അതിൻ്റെ വില കളയാൻ അത് പറയാതിരുന്നുള്ളതാണ്. സാധാരണ പേര് വെക്കേണ്ടതാരാ ഔലിയാക്കന്മാരാ, ആ പേരിനല്ലേ വിലയുള്ളത്. എന്നിട്ട് ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദിന്റെ അടക്കം കടിഞ്ഞാൻ പിടിക്കുന്ന ഷെയ്ഖുൽ മശായിഖ്. ഷെയ്ഖുൽ മശായിഖ് എന്ന് പറഞ്ഞാൽ എന്താ? അക്കാലത്ത് ജീവിച്ച മശായിഖന്മാർക്കും ഷെയ്ഖായി വന്നവർ, ഔലിയാക്കന്മാർക്ക് തന്നെ ഷെയ്ഖാണ്. അങ്ങനെയുള്ള ഒരാളെ പിന്നെ എങ്ങനെ ഭ്രാന്ത് ബാധിച്ചു നിങ്ങൾ പറയല്? ഇയാള് ശിഷ്യം പറഞ്ഞാൽ ഇയാൾ പറഞ്ഞതിന് സമയല്ലേ അത്? എങ്ങനെയാണ് അവിടെ കുത്തുബുൽ-ആലം എന്ന പേര് കേവലം ലോകത്തിലെ ഒരു നേതാവ് നാക്കല്? എങ്ങനെ അവിടുത്തെ പേരിനെ നിഷേധിക്കൽ? എങ്ങനത്തെ അവിടുത്തെ ഓരോ കാര്യങ്ങളെയും നിന്ദിക്കൽ? അവിടെയാണ് ഞങ്ങളുടെ ചോദ്യം. ആരോട്? സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരോട്. അദ്ദേഹത്തോടും ചോദിക്കാനുണ്ടല്ലോ ചിലത്. സത്യം ആരോടും പറയാലോ, ചോദിക്കാനുള്ളത് ആരോടും ചോദിക്കാം. പൂനൂരിലും നമ്മൾ ചോദിച്ചല്ലോ. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഷെയ്ഖുൽ മശായിഖാണെന്നും എന്റെ മുറബ്ബിയായ ഷെയ്ഖാണെന്നും എന്നെ ഇന്നും തർബിയത്ത് ചെയ്യുന്നത് മടവൂർ ഷെയ്ഖാണെന്നും നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ശിഷ്യനും അതുപോലെ നിങ്ങളുടെ മകനും ഇവരെല്ലാരും കൂടി ചേർന്ന് ഷെയ്ഖുനാ മടവൂരി ഖദ്ദസല്ലാഹു സിറ ബുദ്ധിക്ക് സ്ഥിരമില്ലാത്ത ആളാണെന്നും സാക്ഷിക്ക് പറ്റില്ലെന്നും ഖുതുബുൽ ആലം എന്ന് പറയരുത് എന്നും ആ ഖുതുബുൽ ആലമാണ് ഞാൻ എന്ന് പറഞ്ഞത് പോലും ജദ്ബിലാണ് എന്നും, ജദ്ബ് എന്ന് പറഞ്ഞാൽ മാനസികാസ്വസ്ഥതയുള്ള അവസ്ഥ, ബലതാർത്ഥം വെക്കുന്നത്, എനിക്ക് ആ അവസ്ഥ ഇല്ല എന്ന് പറഞ്ഞതടക്കം മാനസികാസ്വസ്ഥ ബാധിച്ച സമയത്താണെന്ന് ശിഷ്യന്മാരും മക്കളും നിങ്ങളുടെ സംഘടനയിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും പറഞ്ഞിട്ട് എന്തേ നിങ്ങൾക്കത് തിരുത്താൻ കഴിയാതെ പോകുന്നത്? എന്ത് വാരിസാണ് നിങ്ങൾ? എന്ത് ഉത്തരവാദിത്തമാണ് താങ്കൾ നിർവഹിക്കുന്നത്? എന്തിനാ പിന്നെ ജീവിക്കുന്നത്? മടവൂർ ശൈഖുനെ കുറിച്ച് ഈ ആരോപണം സ്വന്തം സംഘടനയിൽ പറഞ്ഞിട്ട് അത് ശരിയല്ല എന്ന് പറയാൻ തന്റെ ഇടമില്ലെങ്കിൽ എന്തിനാ സ്ഥാനത്തിരിക്കണം? ധാരെ കുറിച്ചാണ് ചർച്ച. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുഹമ്മദുർ റസൂലുള്ളാഹ്